സദൃശവാക്യങ്ങളുടെ പുസ്തകം 20-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: വ്യാജത്താൽ നേടിയ ആഹാരം മനുഷ്യന് മധുരം, പിന്നത്തേലേക്കോ അവൻ്റെ വായിൽ ചരൽ നിറയും എന്ന് കാണുന്നു. വ്യാജത്താൽ വന്ന വരുമാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കൈക്കൂലി വാങ്ങിയെങ്കിലും അടുത്തവൻ്റെ കയ്യിലിരിക്കുന്ന പിടിച്ചു പറിച്ചെങ്കിലും, അല്ലെങ്കിൽ സ്വത്തുക്കൾ അടുത്തവൻ്റെ സ്വത്തെടുത്തെങ്കിലും, അടുത്തവന് കിട്ടേണ്ട ജോലി തട്ടിപ്പറിച്ച്, അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളാൽ ചേർക്കപ്പെടുന്ന ആ ഒരു സമ്പത്ത് ആരംഭ കാലഘട്ടത്തിൽ നമുക്കത് മധുരമായി അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് സന്തോഷമായിട്ടും ഇൻപമായിട്ടും ഇരിക്കാം. പക്ഷേ അത് പിന്നത്തേലോ നമുക്ക് വായിലെ ചരൽ കൊണ്ട് നിറയ്ക്കുന്നത് പോലെ ഇരിക്കും എന്ന് പറയുന്നു. പ്രിയദൈവമക്കളെ, ചരൽ വായിൽ നിറഞ്ഞാൽ നമുക്ക് ഇറക്കുവാനോ അല്ലെങ്കിൽ അത് ചവയ്ക്കാനോ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ പ്രിയ ദൈവമക്കളെ, അപ്പോൾ ദൈവം ആ ദുഷ്ടതയിൽ വരുന്ന വരുമാനം നമ്മുടെ മക്കൾക്ക് കൊടുക്കുമ്പോൾ മക്കൾക്ക് നമ്മൾ നന്മയല്ല വരുത്തി വയ്ക്കുന്നത്, തിന്മയാണ്, ശാപമാണ് വരുത്തി വയ്ക്കുന്നത്. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നാം ഈ ലോകത്തിൽ ജീവിക്കുന്ന അത്രയും കാലം വഞ്ചിക്കാതെ, അടുത്തവരുടെ അന്യൻ്റെ പൊരുൾ ഇച്ഛിക്കാതെ ദൈവം തന്ന ജീവിതത്തെ ജീവിച്ച് നിൽക്കുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.